നമസ്കാരം. 1980കളിൽ അന്ന് യുവാക്കൾക്കിടയിലുണ്ടായിരുന്ന രൂക്ഷമായ തൊഴിലില്ലായ്മ തന്നെയാണ് സത്യനന്ദക്കാട് ശ്രീനിവാസൻ ടീമിൻ്റെ നാടോടിക്കാറ്റിൻ്റെ പ്രധാന ഇതിവൃത്തം. അന്ന് ഈ രാജ്യത്ത് സാമ്പത്തിക ഉദാരവൽക്കരണമൊന്നും നിലവിൽ വരാത്തൊരു കാലഘട്ടം. അന്നത്തെ ചെറുപ്പക്കാർക്ക് ഏതെങ്കിലും സർക്കാർ ജോലി മാത്രമായിരുന്നു, PSC ടെസ്റ്റ് എഴുതി കിട്ടുന്ന ജോലി മാത്രമായിരുന്നു ആശ്രയമായിരുന്ന ഒരു കാലത്താണ് നാടോടിക്കാറ്റ് പോലെയുള്ള ഒരു ചിത്രം പുറത്തു വരുന്നത്. താനെപ്പോഴും BCom ഫസ്റ്റ് ക്ലാസ് ആണെന്നുള്ള കാര്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന രാമദാസൻ എന്ന ദാസനും പ്രീ ഡിഗ്രി അത്ര മോശം ഡിഗ്രി അല്ല എന്ന് പറയുന്ന പ്രീ ഡിഗ്രിക്കാരൻ മാത്രമായ വിജയനും മലയാളികളെ അന്ന് ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും മാത്രമല്ല കരയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. രണ്ടുപേരും ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചടികളെയൊക്കെ തന്നെ തമാശയുടെ രീതിയിലാണ് കാണുന്നത്. പക്ഷേ രണ്ടുപേർക്കും തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും ദുരന്തങ്ങളുമൊക്കെ തന്നെ അവിടെ നേരത്തെ സംഭവിച്ചിട്ടുള്ളവരുമാണ്. ദാസൻ്റെ അമ്മ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഒരു ജോലിക്കാരിയെ പോലെ ആയി കഴിയുന്ന ദുഃഖമാണ് എപ്പോഴും ദാസൻ പ്രകടിപ്പിക്കാറുള്ളതെങ്കിൽ വിജയൻ്റെ കുടുംബത്തെക്കുറിച്ച് നമ്മളൊന്നും തന്നെ അറിയുന്നില്ല. രണ്ടുപേരും ഒരുമിച്ച് അന്നത്തെ പല ചെറുപ്പക്കാരെയും പോലെ ഗൾഫിലേക്ക് പോകാനായി ഗഫൂർക്കായ്ക്ക് പണം കൊടുക്കുന്നതും അയാൾ അവരെ പറ്റിച്ച് വഴിയിൽ ഇറക്കി വിടുന്നതും അങ്ങനെ അവർ ചെന്നൈയിലെത്തുന്നതും അങ്ങനെ അന്നത്തെ മദുരാശിയിലെ ജീവിതമൊക്കെ തന്നെ എത്ര മനോഹരമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വീട് വാടകയ്ക്കെടുക്കാനായി രണ്ടുപേരും കൂടെ ചെന്ന് ഒരു വീട് നോക്കുന്നതും വീട്ടിലെ ലോകത്തുള്ള എല്ലാ സംവിധാനങ്ങളും വേണമെന്ന് പറയുമ്പോഴും വാടക കൊടുക്കാൻ 75 രൂപയേ ഉള്ളൂ എന്ന് പറയുമ്പോഴുള്ള ദയനീയാവസ്ഥ, ഇതൊക്കെ തന്നെ ശ്രീനിവാസൻ എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ശ്രീനിവാസനെ പോലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അന്ന് മദ്രാസിലെ പഠനമൊക്കെ കഴിഞ്ഞ് സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് അന്നത്തെ കാലത്ത് ഈ സാധാരണ അവാർഡ് സിനിമകളൊക്കെ തന്നെയാണ് കൂടുതലും ശ്രീനിവാസനും മറ്റും അഭിനയിക്കുമായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുടെ ജീവിതം ഒരുപാട് ദുരിതങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയൊക്കെയാണ് കടന്നുപോയത് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ സിനിമയിലൂടെ ഒരുപക്ഷെ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്നതും. അന്നത്തെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ, അതുപോലെ അവരുടെ എന്തെങ്കിലും ചെറിയ ജോലി കിട്ടിയാൽ പോലും രണ്ടറ്റം മുട്ടിക്കാൻ നടത്തുന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെ തന്നെ ഇരുവരും വളരെ മനോഹരമായി തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെയും ശ്രീനിവാസൻ്റെയും അഭിനയ ജീവിതത്തിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ, ഇന്ന് നമ്മളൊക്കെ ഓർക്കുന്ന കഥാപാത്രങ്ങളാണ് ദാസനും വിജയനും. ഓരോന്നിനും അതിൻ്റെ സമയം കൊണ്ട് ദാസ എന്ന വിജയൻ്റെ പ്രശസ്തമായ ഡയലോഗ് ഇന്നും നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു നല്ല കാര്യം വരുമ്പോഴൊക്കെ തന്നെ എല്ലാവരും പറയാറുള്ളതുമാണ്. ഈ സിനിമയിൽ വളരെ വിചിത്രമായ ചില പ്രത്യേകതകളുണ്ട്. ഈ സിനിമയിലെ തിലകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമായ അനന്തൻ നമ്പ്യാർ, അയാളൊരു ക്രൂരനായ വില്ലനാണ്, കള്ളക്കടത്തുകാരനാണ്, വലിയ പണക്കാരനൊക്കെയാണ്, പക്ഷേ വലിയൊരു പേടിത്തൊണ്ടനാണ്. ഒരുപക്ഷെ അന്ന് വരെ മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരു പേടിത്തൊണ്ടൻ വില്ലൻ കഥാപാത്രം വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. അയാൾക്ക് എല്ലാം പേടിയാണ്. ഒരുപക്ഷെ തിലകനെ പോലുള്ളൊരു നടൻ, വളരെ ഗൗരവകരമായ വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന വളരെ പ്രഗത്ഭനായ ആ നടൻ ഇത്തരത്തിലുള്ള ഒരു വേഷത്തിൽ അഭിനയിക്കുമോ എന്ന് പോലും നമ്മൾ ഒരു പക്ഷേ ഈ സിനിമ കാണുമ്പോൾ സംശയിച്ചു പോകും. അത്രയും തന്മയത്വത്തോടു കൂടി തന്നെയാണ് തിലകൻ ഈ സിനിമയിൽ അനന്തൻ നമ്പ്യാരെന്ന പേടിത്തൊണ്ടനായ അധോലോക നായകനെ അവതരിപ്പിക്കുന്നത്. അതുപോലെ അന്ന് വരെ വളരെ ക്രൂരനായ വില്ലൻ കഥാപാത്രങ്ങളെ പലപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവനാഴിയിലൊക്കെ സത്യരാജ് എന്ന വില്ലനായി വന്ന ക്യാപ്റ്റൻ രാജു ഇതിലെ പവനായി എന്ന പ്രൊഫഷണൽ കില്ലറായി വാടക കൊലയാളിയായി വരുമ്പോൾ ഒരു പരിധിവരെ അയാൾ ഒരു ഹാസ്യ കഥാപാത്രമായി മാറുകയാണ്. അദ്ദേഹം വളരെ ഗൗരവതരമായി പറയുന്ന പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ നമുക്ക് തമാശയായിട്ടാണ് തോന്നുന്നത്. ഞാൻ വേറൊരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഹരിയാനയിലൊരു മർഡർ എനിക്ക് ഉടനെ ചെയ്യേണ്ടതുണ്ടെന്നൊക്കെ പറയുന്ന നല്ല തള്ളു നടത്തുന്ന ഒരു പാവം പ്രൊഫഷണൽ കില്ലറായാണ് ഈ പവനായി എന്ന കഥാപാത്രത്തെ ക്യാപ്റ്റൻ രാജു അതിമനോഹരമായി. ഒരുപക്ഷെ ക്യാപ്റ്റൻ രാജുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നമ്മളെല്ലാവരും ഓർക്കുന്ന സിനിമകളിലൊന്നായി നാടോടിക്കാറ്റ് മാറിയിരുന്നു. ഒടുവിൽ പവനായി കൊല്ലപ്പെടുമ്പോൾ തിലകൻ്റെ പ്രശസ്തമായ പവനായി ശവമായി എന്നുള്ള ആ ഡയലോഗ് ഇന്നും നമ്മുടെ നിത്യജീവിതത്തിൽ നിരന്തരമായി ഉപയോഗിക്കാറുള്ള ഒരു ഡയലോഗ് തന്നെയാണ്. നാടോടിക്കാറ്റിൻ്റെ രണ്ടാം ഭാഗമായ പട്ടണപ്രവേശത്തിലും ഒക്കെ തന്നെ അതിൽ കരമന ജനാർദ്ദനൻ നായർ എന്ന അന്ന് വരെ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയിൽ വരെ നായകനായി അഭിനയിച്ചിട്ടുള്ള വ്യക്തി, അതിലല്പം ഹാസ്യം കലർന്ന ഒരു വില്ലന്, അതായത് അനന്തൻ നമ്പ്യാരുടെ മറ്റൊരു പതിപ്പ്, അനന്തൻ നമ്പ്യാരുടെ തന്നെ സുഹൃത്തായ ഒരു കള്ളക്കടത്തുകാരനായി കരമന ജനാർദ്ദനൻ നായർ രംഗത്ത് വരുമ്പോൾ പ്രഭാകരൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ഇവിടെ അനന്തൻ നമ്പ്യാർ ജയിലിൽ ചാടി പ്രഭാകരൻ്റെ വീട്ടിൽ ഒളിവിനെത്തുമ്പോൾ പ്രഭാകരൻ അയാളെ തള്ളിപ്പറഞ്ഞ് ഇവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴുള്ള പ്രഭാകര എന്നുള്ള അനന്തൻ നമ്പ്യാരുടെ പ്രശസ്തമായ വിളി ഇന്നും പലപ്പോഴും നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി കാണാറുണ്ട്. എന്തെങ്കിലും വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും ഉപയോഗിക്കാറുള്ളൊരു വാക്കാണ് ഈ പ്രഭാകര എന്നുള്ള വിളി. നാടോടിക്കാറ്റിൻ്റെ മൂന്നാം ഭാഗം എന്നെ അമേരിക്കയിൽ വെച്ചാണ് ചിത്രീകരിച്ചത്. എങ്കിൽ പോലും ആ സിനിമകളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മികച്ച കോംബോയാണ് മോഹൻലാലും ശ്രീനിവാസൻ്റേത്. കാരണം അവർ കൊണ്ടും കൊടുത്തും വളരെ മനോഹരമായി മുന്നേറുന്ന ആ ഒരു കാഴ്ച. എല്ലാ കാലത്തും താൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൂ എന്നുള്ള അപകർഷതാബോധം പേറുന്ന ശ്രീനിവാസൻ്റെ കഥാപാത്രവും താൻ BCom ഫസ്റ്റ് ക്ലാസ് പാസ്സായതെന്തോ മഹാകാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ നിന്ന് ഞാൻ BCom ഫസ്റ്റ് ക്ലാസ് ആണെന്ന് പറയുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രവും ഒക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിലെ യുവജനങ്ങളെ പ്രതികരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ന്യൂജൻ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലി കിട്ടുന്നതൊക്കെ തന്നെ കുറച്ചുകൂടി എളുപ്പമായ ഒരു സാഹചര്യത്തിൽ അന്നത്തെ
കാലഘട്ടത്തെക്കുറിച്ച് കൂടി കുറച്ചുകൂടി ധാരണയുള്ളവർക്ക് ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അന്നത്തെ യുവാക്കൾ അനുഭവിച്ചിരുന്ന അവരുടെ അസ്തിത്വ ദുഃഖവും അവരുടെ വിഷമങ്ങളും അതുപോലെ വരുമാനമില്ലാതെ മാതാപിതാക്കളെ ആശ്രയിച്ച് കഴിയേണ്ട അവസ്ഥയും എന്തെങ്കിലും ചെറിയ ജോലി കിട്ടിയാൽ മതി, ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ട് കൊള്ളാം എന്ന രീതിയിലുള്ള അവരുടെ നിലപാടുകളൊക്കെ തന്നെ ഈ നാടോടിക്കാറ്റിൽ വളരെ വിശദമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇത് മൊത്തത്തിൽ ശങ്കരാടി അവതരിപ്പിക്കുന്ന ഇവരുടെ ഹൗസ് ഓണറുടെ കഥാപാത്രവും വളരെ രസകരമായിട്ടാണ് അവരോട് പറയുന്നത്. നിങ്ങൾ പശുവിനെ വളർത്തിയെങ്കിലും ജീവിക്കുക, അതൊരു നല്ലതാണ്. നിങ്ങൾ പശുവിനെ വളർത്തിയാൽ അത് 2 4 ഒരുപാട് പശുക്കളായി നിങ്ങൾക്ക് വലിയൊരു ഗോശാല തന്നെ നടത്തി നിങ്ങൾക്ക് വലിയ സമ്പന്നന്മാരായി മാറാം, നിങ്ങൾക്ക് ബാങ്ക് ലോൺ കിട്ടും എന്നൊക്കെ അവരെ പറഞ്ഞ് പ്രേരിപ്പിച്ച് ലോൺ എടുക്കുന്നതും പിന്നീട് പശുവിനെ വളർത്താൻ അറിയാൻ പാടില്ലാത്ത ഇവർ രണ്ടുപേരും ചെന്ന് പശുവിനെ വളർത്തുന്നതും ഒക്കെ തന്നെ വളരെ രസകരമായ രീതിയിലാണ് ശ്രീനിവാസൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതുകൊണ്ട് കൂടിയാകാം അദ്ദേഹത്തിന് ഇതേക്കുറിച്ചുള്ള വളരെ കൃത്യമായ ധാരണ. എപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങളൊക്കെ തന്നെ വളരെ സൂക്ഷ്മതയാർന്ന കഥാപാത്രങ്ങളാണ്. കാരണം അത് അവരുടെ ഓരോ പെരുമാറ്റവും സംസാര രീതിയും കാര്യങ്ങളുമൊക്കെ തന്നെ അവർക്ക് മാത്രമുള്ള വളരെ അതുല്യമായ കഥാപാത്രങ്ങൾ തന്നെയാണ് ശ്രീനിവാസൻ്റേത്. അവരുടേതായ രീതിയിൽ അവർ വളരെ പ്രത്യേകതയുള്ള ആളുകൾ തന്നെയാണ്. ശ്രീനിവാസൻ തിരക്കഥയിലെ സിനിമകളിലെ ചെറിയ കഥാപാത്രങ്ങൾ പോലും ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ ഐഡൻറ്റിറ്റി കാസൂക്ഷിക്കാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും പിൽക്കാലത്ത് വന്ന സിനിമകളിലൊക്കെ തന്നെ വലിയ താരത്തിന് പ്രധാന ഡയലോഗും മറ്റു കാര്യങ്ങളുമൊക്കെ ആയി ചെറിയ കഥാപാത്രങ്ങൾ നമ്മൾ മറന്നു പോകുമ്പോൾ ശ്രീനിവാസൻ്റെ സിനിമയിലെ ചെറിയ കഥാപാത്രങ്ങൾ പോലും നമ്മളെ ഓർമ്മയിൽ എന്നും നിൽക്കുന്നുണ്ട്. നാടോടിക്കാറ്റിൽ തന്നെ ബോബി കൊട്ടാരക്കര എന്ന നടൻ അവതരിപ്പിക്കുന്ന ഇവർക്ക് വീട് വാടകയ്ക്കെടുക്കാൻ നടക്കുന്ന ഒരു കഥാപാത്രം, അതുപോലെ അതിൽ ഇന്നസെൻ്റ് അവതരിപ്പിക്കുന്ന ഡ്രൈവറിൻ്റെ വേഷം, ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വളരെയേറെ നന്മയുള്ള, പുറമെ പരുക്കനെന്ന് തോന്നിക്കുന്ന അതേസമയം ഉള്ളിൽ നിറയെ നന്മയുള്ള നല്ല മനുഷ്യരെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശ്രീനിവാസൻ്റെ മദ്രാസിലെ ജീവിതത്തിൽ അന്നത്തെ കാലത്ത് കണ്ടുമുട്ടിയ പല മനുഷ്യരെയുമാകാം ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളതും ഒക്കെ തന്നെ ശ്രീനിവാസൻ എത്ര കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ്. ഏതായാലും ദാസനെ തനിച്ചാക്കി വിജയനും അനന്തൻ നമ്പ്യാരും പവനായി എല്ലാം നമുക്ക് അജ്ഞാതമായ മറ്റേതോ ലോകത്തേക്ക് പോയി കഴിഞ്ഞു എങ്കിലും എന്നാൽ അവരുടെ ഈ കഥാപാത്രങ്ങൾ നമ്മുടെ മലയാളിയുടെ മനസ്സിലെന്നും അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി എല്ലാ ആദരവോടും കൂടി പച്ചപിടിച്ച് നിൽക്കുക തന്നെ ചെയ്യും.